BJP BDJ സീറ്റ് ധാരണയായില്ല. എ ക്ലാസ് മണ്ഡലങ്ങൾ വെച്ചു മാറുന്നതിലാണ് തർക്കം. കൊടുങ്ങല്ലൂർ സീറ്റ് തിരിച്ചു വേണമെന്ന് BDJS. കൊടുങ്ങല്ലൂരിൽ BJP സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കഴിഞ്ഞു. പൂഞ്ഞാർ PC ജോർജിനും നെന്മാറ പ്രശാന്ത് ശിവനും വേണ്ടി BJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. കായംകുളം, അരൂർ, കുട്ടനാട് തുടങ്ങി BDJS സീറ്റുകളിൽ മികച്ച സ്ഥാനാർത്ഥികൾ വേണമെന്നും BJP പറയുന്നു. രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രഞ്ജിത്ത് ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റൂ. BDJSനോട് ഇപ്പോൾ ആവശ്യപ്പെട്ട BDJSന് പരിമിതിയില്ലേ? പക്ഷേ BJPയുടെ ചില സീറ്റുകളുണ്ടല്ലോ. ഇപ്പൊ നെന്മാറയിൽ പ്രശാന്ത് ശിവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുമോ? അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രശാന്ത് ശിവനെ മത്സരിപ്പിച്ചില്ലെങ്കിൽ വലിയ കോളിളക്കം ഉണ്ടാവും. അതേപോലെ മറ്റു രണ്ട് സീറ്റുകൾ ഈ പൂഞ്ഞാറിന്റെ കാര്യത്തിലും BJP തീരുമാനമായെന്നാണ് തോന്നുന്നത്. എന്താണ് BDJSുമായിട്ടൊരു തർക്കം ഇപ്പോഴും നിൽക്കുന്നതിന്റെ കാരണം? ഡോക്ടർ അരുൺ, കഴിഞ്ഞ ദിവസം കേന്ദ്ര പാർലമെന്ററി ബോർഡിന് മുമ്പിൽ സ്ഥാനാർത്ഥി പട്ടിക വെച്ചപ്പോൾ കേന്ദ്ര നേതൃത്വം BJP സംസ്ഥാന അധ്യക്ഷനോട് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം, ഘടകകക്ഷികളുടെ സീറ്റിൽ തീരുമാനമാകാതെ പിന്നെ എങ്ങനെയാണ് BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുക? പല സീറ്റുകളിലും BJP സ്ഥാനാർത്ഥിയെ കടന്നു, അതൊക്കെ BDJSന്റെ സീറ്റുകളാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥി ചർച്ചകൾ പൂർത്തിയാക്കാതെ, ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച പൂർത്തിയാക്കാതെ സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റൊരു ദിവസത്തേക്ക് ഈ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കാൻ വേണ്ടി മാറ്റിവെച്ചത്. അതൊരു പക്ഷേ ബുധനാഴ്ചയാവും. അതിനു മുൻപ് ഇപ്പോൾ BDJSുമായുള്ള സീറ്റ് ചർച്ചകൾ പൂർത്തിയാക്കണം. അതിന് പ്രധാനപ്പെട്ട ഒരു തർക്കം എന്ന് പറയുന്നത് BDJS ഇപ്പോൾ മത്സരിക്കുന്നത് 21 സീറ്റുകളിലാണ്. അത്രയും സീറ്റുകൾ BDJSന് കൊടുക്കേണ്ടതില്ല. പ്രത്യേകിച്ച് 2020 കൂടി ഘടകകക്ഷിയായി വരുന്നു. അവർക്കൊരു 10 സീറ്റ് കൊടുക്കണം. അങ്ങനെയാവുമ്പോൾ BJP മാത്രം സാക്രിഫൈസ് ചെയ്താൽ പോരാ. വിജയ സാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥികളാണ് എങ്കിൽ BDJSന്റെ ചില സീറ്റുകൾ കൂടി BJP പിടിച്ചെടുക്കണം. ഒരു 15 സീറ്റ് BDJSന് കൊടുക്കാം എന്നാണ് BJP ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. എന്നാൽ BDJS ഇപ്പോൾ മത്സരിക്കുന്ന 21 പോരാ, 30 എണ്ണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതാണ് തർക്കത്തിന്റെ കാരണം. BJPയെ സംബന്ധിച്ച് PC ജോർജിന് മത്സരിക്കാൻ പൂഞ്ഞാർ സീറ്റ് വേണം. പൂഞ്ഞാറാണെങ്കിൽ BDJSന്റെ കയ്യിലാണ്. PC ജോർജിന് മത്സരിക്കണമെങ്കിൽ BDJS അത് വിട്ടുകൊടുക്കണം. അതുപോലെ പാലക്കാട് BDJSനുള്ള ഏക സീറ്റാണ് നെന്മാറ സീറ്റ്. അവിടെയാണ് പ്രശാന്ത് ശിവന് വേണ്ടി BJP കരുതി വെച്ചിരിക്കുന്നത്. ആ സീറ്റും BDJS വിട്ടുകൊടുക്കണം. കഴിഞ്ഞ തവണ BDJS പിടിച്ചെടുത്ത സീറ്റായിരുന്നു കൊടുങ്ങല്ലൂർ. അവിടെ B ഗോപാലകൃഷ്ണൻ ഇത്തവണ പണി തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആ സീറ്റ് തിരിച്ചു വേണം എന്നാണ് BDJSന്റെ ആവശ്യം. ഇങ്ങനെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഇപ്പൊ കായംകുളം, അരൂര്, കുട്ടനാട്, ഇത് മൂന്നും BDJS മത്സരിക്കുന്ന എ ക്ലാസ് മണ്ഡലങ്ങളാണ്. ഇവിടെയൊക്കെ മോശം സ്ഥാനാർത്ഥികളാണെങ്കിൽ ആ സീറ്റുകൾ കൂടി വേണം എന്നുള്ള നിലപാടിലാണ് BJP ഉള്ളത്. ഏതായാലും ഈ തർക്കം പരിഹരിക്കാൻ തുഷാർ വെള്ളാപ്പള്ളിയും രാജീവ് ചന്ദ്രശേഖറും ഇന്നോ നാളെയോ ഒക്കെ ആയി ചർച്ചകൾ നടത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. Okay, thank you.